ഒന്നുമില്ല സർ. സാറിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അറിയാതെ ചിരിച്ചു പോയതാ. അതെന്താ, ഞാൻ അത്രയും വൃത്തിയായിട്ട് കോലാണോ? ഹേയ്, അതല്ല. നാളെ സാറ് കെട്ടുന്ന വേഷേ ശ്രീകൃഷ്ണന്റെ. അത് ആലോചിക്കുമ്പോഴാ തമാശ. ആഹാ. ഓ, അപ്പൊ താനോ? വേഷം കെട്ടിയ തനി രാധയാവുന്നുള്ള തോന്നലുണ്ടോ തനിക്ക്? ഏയ്, ഒട്ടുമില്ല. ചെറുപ്പത്തിലെ അമ്പലത്തില് ഈ പെൺപിള്ളേരെയൊക്കെ പിടിച്ച് വേഷം കെട്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഞങ്ങളുടെ നാട്ടില്. അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരേ ഒരാള് ഞാനാ. നമ്മൾ എന്തിനാ സർ ദൈവങ്ങളുടെ കൂടി പേര് ചീത്തയാക്കുന്നത്? എനിക്ക് വേഷം കെട്ടാനൊന്നും വയ്യ. നമുക്കേ രാത്രിക്ക് രാത്രി തിരിച്ചു പോവാം. എടോ, ഇപ്പൊ നടന്ന മത്സരത്തില് താനല്ലേടോ ജയിച്ചത്. നാളത്തെ മത്സരത്തിൽ കൂടി നമ്മൾ വിജയിച്ചാല് സുമംഗലി പൂജയുടെ വിജയം നമ്മളാ. ആ, നാളത്തെ മത്സരം ജയിച്ചാലല്ലേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല സർ. എന്നെ കൊണ്ട് പറ്റില്ല. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അറിയാത്ത കാര്യങ്ങള്, അതും കുറെ ആൾക്കാരുടെ മുന്നിൽ ചെയ്യുന്നത് എനിക്ക് സഹിക്കാനേ പറ്റില്ല. എങ്കിൽ ശരി, താനേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യ്. ആ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അതെന്തിനാ ഇപ്പൊ പുറത്തു വന്ന്? കുടിക്കാൻ. നമ്മള് മടങ്ങുകയല്ലേ. കുടിച്ച് ലെവല് തെറ്റി വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് പത്മാ മേഡത്തിന്റെ മുമ്പില് ഒരു പെർഫോമൻസ് കൂടെ നടത്തിയിട്ടേ ഉള്ളൂ കാര്യം. വേണ്ട, കുടിക്കാനൊന്നും പോകണ്ട. ആ, എടോ, താൻ മടങ്ങാൻ തീരുമാനിച്ചാൽ ഞാൻ കുടിക്കും. ആ കാര്യത്തിൽ ഒരു മാറ്റമില്ല. പറയുന്ന കേൾക്ക് സർ. എന്നാ മര്യാദയ്ക്ക് നാളത്തെ മത്സരത്തിൽ പങ്കെടുക്കാന്ന് പറ. വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ പങ്കെടുക്കായിരുന്നു സർ. ഇത് ചുമ്മാ വേഷവും കെട്ടി ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. എടോ, താൻ വേഷം കെട്ടിയ ആരും ഒന്നും പറയാൻ പോകുന്നില്ല.